ഹലോ നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടും സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മളൊരു പിക്കപ്പ് ആൾ റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിൻ്റെ വിഷയം എന്ന് പറയുന്നത് നിങ്ങളുടെ കരിയറിൽ മാറ്റത്തിന് ശരിയായൊരു സമയം ഇതാണോ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ഒരു ജോലിയിലായിരിക്കുകയാണ്, പക്ഷെ ആ ജോലി ഉപേക്ഷിക്കാൻ വേറൊരു ജോലിക്കായി പരിശ്രമിക്കാൻ അല്ലെങ്കിൽ വേറൊരു ജോലി ചിലപ്പോൾ ഓഫർ വന്നിട്ടുണ്ടായിരിക്കാം, അതിലേക്ക് പോകാൻ അത് സ്വീകരിക്കാനൊക്കെ ആയിട്ട് നിങ്ങളിങ്ങനെ വേണോ വേണ്ടയോ എന്ന് ഡിസൈഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ജോലി സാറ്റിസ്ഫൈഡ് അല്ലാത്തതുകൊണ്ട് അത് ഉപേക്ഷിച്ച് വേറൊരു ജോലിക്കായിട്ട് ശ്രമിക്കാം, അങ്ങനത്തെ ഒരു തീരുമാനമൊക്കെ നിങ്ങളുടെ അങ്ങനത്തെ ഒരു ചിന്തകൾ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള റീഡിംഗ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഇതിലൂടെ നോക്കാം. ഇപ്പം നിങ്ങൾ ഈ ഒരു മൊമെന്റിൽ നിങ്ങൾ ഈ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു കരിയർ ചേഞ്ച് ചെയ്യുന്നത്, ആ കരിയർ മാറ്റം കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിന് അത് ശരിയായ തീരുമാനമാണോ അല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ തംബ്നെയിലിൽ 3 ചിത്രങ്ങളുണ്ട്. ആ ചിത്രങ്ങൾ ചൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻഡ്യൂറ്റീവ്ലി സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഈ 3 ഡെക്കുകളിൽ നിന്ന് ഏതാണ് നിങ്ങളുടെ ഗ്രൂപ്പ് എന്ന് ഇൻഡ്യൂറ്റീവ്ലി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. 3 ഗ്രൂപ്പുകളുടെയും ടൈം സ്റ്റാമ്പ്സ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഇനി ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെയും മെസ്സേജസ് മുഴുവനായി കേൾക്കുക. എന്നിട്ട് നിങ്ങളുടെ എന്താ പറയണ്ടേ സിറ്റുവേഷനായിട്ട് കണക്ട് ചെയ്യുന്ന സന്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും മാത്രം സ്വീകരിക്കുക. അല്ലാത്തതിനെ നിങ്ങൾ തള്ളിക്കളയാൻ. കാരണം ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് എപ്പോഴും ഓർക്കുക. ഓക്കെ, നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ന്റെ റീഡിങ്ങിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ ഇവിടെ ഈ റീഡിംഗ് പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂറ്റീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ ഗ്രൂപ്പ് 1, നമസ്കാരം. നിങ്ങൾ തംബ്നെയിലത്തെ 1ാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം. ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന് അവരുടെ കരിയറിൽ ഒരു കരിയർ മാറ്റം ഇപ്പോൾ ചെയ്യുന്നത് അതൊരു ശരിയായ തീരുമാനമാണോ എന്നാണ് അറിയേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഒരു കരിയർ മാറ്റം അവരുടെ മനസ്സിൽ പ്ലാൻ ചെയ്ത പോലെ അവരൊരു കരിയർ ചേഞ്ച് ചെയ്താൽ, ഇപ്പോൾ ഉള്ള ജോലിയിൽ നിന്ന് അവർ മാറിയാൽ അല്ലെങ്കിൽ ഒരു മാറ്റത്തിനായി ശ്രമിച്ചാൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ഫ്യൂച്ചർ? ഓക്കെ, നമുക്ക് ക്യൂൻ ഓഫ് വാൻഡ്സ് ആണ് ആദ്യം കിട്ടിയിരിക്കുന്ന കാർഡ്. ക്ലാരിഫൈ ദ ക്യൂൻ ഓഫ് വാൻഡ്സ്. ലവേഴ്സ്, ക്ലാരിഫൈ ദ ലവേഴ്സ്. 2 of swords, clarify the 2 of swords. Clarify the 6 of swords. Clarify the moon. ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളൊരു കരിയർ മാറ്റത്തിനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഒരു അവസരം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ കരിയറിൽ കൂടുതൽ ശോഭിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നു. ആ പുതിയ ജോലിയിൽ കൂടുതൽ ഉയരങ്ങളിൽ എത്തുന്നതിനും അതിൽ കൂടുതൽ അറിവുകൾ നേടുന്നതിനും നിങ്ങൾക്ക് അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല, ഇപ്പോൾ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ സ്റ്റക്കാണ്, നിങ്ങൾക്ക് കാര്യമായി പുരോഗതിയില്ല എന്നൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അങ്ങനെയാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. നിങ്ങളുടെ കരിയറിൽ അങ്ങനെ ഒരു അനുഭവമാണ് നിങ്ങൾക്കുള്ളത്. ഒരു കാര്യമായ പുരോഗതി ഒന്നുമില്ല, കുറെ കയറിയപ്പോൾ ഏത് പൊസിഷനിലാണോ അതിൽ തന്നെയാണ്, കാര്യമായ വളർച്ചയില്ല, ഒരു എന്താ പറയുക പൊട്ടൻഷ്യൽ ഇല്ല, ഒരു ഗ്രോത്ത് ഇല്ല എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് അത് കാരണം നിങ്ങൾക്ക് സ്ട്രെസ് നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്, നിങ്ങൾ ടെൻസ്ഡ് ആണ്, നിങ്ങൾക്ക് ജോലിയിൽ ഒരു മനസ്സമാധാനവും സ്വസ്ഥതയും ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനവും നിങ്ങൾക്ക് സാധിക്കും. ഇപ്പൊ നിങ്ങൾ കരിയർ മാറ്റത്തിന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഓക്കെ, വളരെ സമാധാനം നിറഞ്ഞ ഒരു സമയത്തിലേക്ക് കരിയർ വൈസ് സമാധാനം നിറഞ്ഞ ഒരു ജീവിതം നിങ്ങൾക്ക്, പ്രൊഫഷണൽ ലൈഫ് നിങ്ങൾക്ക് എന്തായാലും നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്ന് കാണുന്നു. പിന്നെ നിങ്ങളോട് എന്താ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വരുന്ന അവസരം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അവസരങ്ങൾ എന്ന് പറഞ്ഞാൽ
അതൊരു ഫുൾ എനർജി ആയിരിക്കും. അതായത് നിങ്ങളുടെ കംഫർട്ട് സോണിന് പുറത്തുള്ളതായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നേരത്തെ നിങ്ങളിലേക്ക് വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കാം. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു അവസരം ഉണ്ടെങ്കിൽ തന്നെ അത് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഉറപ്പില്ല നിങ്ങൾ അതിൽ എങ്ങനെ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ ഒരു ഹയർ പൊസിഷൻ ആയിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ഭയം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ ഇൻഫീരിയർ പൊസിഷൻ ആയിരിക്കാം. അപ്പോൾ ഇത് ശരിയായ തീരുമാനമാണ്, ഇപ്പോൾ അതിൽ നിന്ന് താഴേക്ക് പോകാന്ന് പറഞ്ഞാൽ ശരിയായ തീരുമാനമാണ്. അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് നിങ്ങളുടെ ഉള്ളിൽ. അപ്പോൾ യൂണിവേഴ്സ് എന്താ പറയണതെന്ന് വെച്ചാൽ ധൈര്യമായിട്ട് യൂണിവേഴ്സിനെ വിശ്വസിക്കുക, മുന്നോട്ട് പോകാം. ഫ്യൂച്ചർ എന്താണെന്ന് അറിയാത്തൊരവസ്ഥയാണ് നിങ്ങൾക്ക്, പക്ഷേ യൂണിവേഴ്സിനെ നിങ്ങൾ അന്ധമായിട്ട് വിശ്വസിക്കണം ഈ ഒരു മൊമെന്റിൽ. ഓക്കെ, എന്നിട്ട് ആ ഒരു ഓപ്പർച്യൂണിറ്റിയുമായിട്ട് മുന്നോട്ട് പോകുക. നിങ്ങൾ യാതൊരു തരത്തിലും നിങ്ങൾക്കതൊരു റിഗ്രറ്റിന് കാരണമാവില്ല. ഓക്കെ, അത് നിങ്ങളതിൽ പിന്നെ ഒരു ഖേദം നിങ്ങൾക്ക് തോന്നില്ല ആ ഒരു തീരുമാനം എടുത്തതിൽ. നിങ്ങൾ അതിൽ ഹാപ്പി ആകാനാണ് സാധ്യത. അപ്പോൾ അതിനുള്ള ഒരു എനർജിയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾക്കൊരു അവസരം ഓൾറെഡി നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകാം. ഇപ്പം നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആ പൊസിഷനിൽ നിന്ന് ഹയർ പൊസിഷൻ ആണെങ്കിലും അല്ല ലോവർ പൊസിഷൻ ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, അതുമായിട്ട് മുന്നോട്ട് പോകണം. അത് നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ കൂടുതൽ ബാലൻസും കൂടുതൽ സ്വസ്ഥതയും കൊണ്ടുവരുന്നതിന് നിങ്ങളെ സഹായിക്കും. മാത്രമല്ല നിങ്ങൾക്ക് കൂടുതൽ ഒരു സപ്പോർട്ട്, ഒരു കെയറിങ് ഒക്കെ ലഭിക്കുന്ന ഒരു വർക്ക് എൻവയോൺമെന്റിലേക്ക് നിങ്ങൾക്ക് മാറാനും സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള കൊളീഗ്സ് ഉണ്ടാകും. നിങ്ങൾ ഇമോഷണലി വളരെയധികം അവിടെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. എവിടെയാണോ നിങ്ങൾ എത്തിപ്പെടുന്നത് അവിടെ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഇനി അവസരങ്ങളൊന്നും ഇല്ല എന്നാണെങ്കിൽ പോലും ആത്മവിശ്വാസത്തോടെ ഇപ്പോഴുള്ള ജോലി നിങ്ങൾ മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴേ നിങ്ങൾ പരിശ്രമിച്ചോളാൻ പറയുന്നു. വേറെ ജോലിക്ക് ആക്റ്റീവ്ലി നോക്കുക. ഡെഫിനറ്റ്ലി വേറൊരു ജോലി കിട്ടിയതിന് ശേഷം ഇപ്പോൾ ഉള്ളതിന് ഉപേക്ഷിക്കുക. പക്ഷേ ആത്മവിശ്വാസത്തോടെ നോക്കുക. എന്തായാലും നിങ്ങൾക്ക് വളരെ നല്ല, നിങ്ങൾ അർഹിക്കുന്ന ഒരു ഈ പറഞ്ഞ എനർജീസ് ഒക്കെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ നിങ്ങളെ തേടി എത്തുന്നതാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, യെസ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് വർക്ക് എൻവയോൺമെന്റ്, പിന്നെ ജോലിയുടെ ഒരു സ്വഭാവമൊക്കെ ഉണ്ടാവും. അതെല്ലാം അടങ്ങിയ ഒരു ജോലിയിലേക്കാണ് നിങ്ങൾ എത്തിപ്പെടുക. ഓക്കെ, യെസ്, നിങ്ങൾ അതുപോലെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഫൈനാൻഷ്യൽ അബണ്ടൻസ്, ഞാൻ ഈ ഒരു പോയിന്റിലേക്ക് വരാൻ നിൽക്കുകയായിരുന്നു. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു ഫൈനാൻഷ്യൽ അബണ്ടൻസ് ഉണ്ട്. നിങ്ങളുടെ ജോലിയിൽ നിന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം, ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ട്, സാമ്പത്തിക സുരക്ഷിതത്വമുണ്ട്. അതും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ വലിയ രീതിയിൽ ആ ഒരു സാമ്പത്തിക ഭദ്രത നിങ്ങൾക്ക് ഉറപ്പാക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നിങ്ങൾക്ക് നേടിയെടുക്കാനും ഈ ഒരു കരിയർ മാറ്റത്തിലൂടെ നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള ഉത്തരം യെസ് ആണ്. നിങ്ങളിപ്പോൾ കരിയർ മാറ്റത്തിനായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് മുന്നോട്ട് പോകൂ. ഇത് നിങ്ങൾക്ക് ഏറ്റവും നല്ല സമയമാണ്, ഏറ്റവും അനുയോജ്യമായ സമയമാണ്. ഏറ്റവും നല്ല അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനും നല്ലൊരു വർക്ക് എൻവയോൺമെന്റിലേക്ക് എല്ലാം കൊണ്ടും നിങ്ങളുടെ കരിയറിനും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്കും എല്ലാം ഗുണകരമാകുന്ന നല്ലൊരു അവസരം അല്ലെങ്കിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിനും നല്ലൊരു ജോലിയിലേക്ക് നിങ്ങൾ മാറുന്നതിനും നിങ്ങൾക്ക് കൂടുതൽ ഒരു സമാധാനം, സ്വസ്ഥതയും സംതൃപ്തിയും അനുഭവിക്കാനും സാധിക്കുന്ന തരത്തിലുള്ള ഒരു ജോലിയിലേക്ക് മാറാൻ എല്ലാ സാധ്യതയും ഇപ്പോഴുണ്ട്. വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു അവസരം എന്തായാലും ഉപയോഗിക്കുക. കരിയർ ചേഞ്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ വേണം അതിന് സീരിയസ് ആയിട്ടുള്ള സ്റ്റെപ്സ് എടുക്കുന്നതിനും ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിനും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിനും ഓക്കെ അതിൽ ഇനി ഒരു മടിയും വിചാരിക്കരുത്. ഇനി ഒരു പെർഫെക്റ്റ് ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ഇപ്പോഴാണ് ആ പെർഫെക്റ്റ് ടൈം. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 1. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നമസ്കാരം. നിങ്ങൾ തമ്മിലത്തെ രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കരിയർ മാറ്റത്തിന് നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയായിരിക്കും? ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പുതിയ അവസരം വന്നിട്ടുണ്ടെങ്കിൽ ആ അവസരമായിട്ട് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ കരിയറിൽ എങ്ങനെയായിരിക്കും, എന്തൊക്കെയായിരിക്കും ഭാവിയിൽ സംഭവിക്കുക, മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയായിരിക്കും ആ ഒരു എനർജി എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ക്ലാരിഫൈ ദ സ്ട്രെങ്ത്. നമുക്ക് സ്ട്രെങ്ത് കാർഡാണ് ആദ്യം കിട്ടിയിട്ടുള്ളത്. ക്ലാരിഫൈ ദ സ്ട്രെങ്ത്. Clarify the Queen of Cups.
Clarify the Five of Cups. Clarify the Five of Cups. Clarify the Nine of Cups. Clarify the Seven of Cups. Clarify the Ace of Cups. Okay. അപ്പോൾ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരിയർ മാറ്റം ഇപ്പോൾ നിങ്ങൾക്ക് പോസിബിൾ ആണ്. നിങ്ങളിപ്പോൾ കരിയർ മാറ്റത്തിനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ജോലി മാറുന്നതിന് നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളോട് ആദ്യമേ പറയുന്നു, തികഞ്ഞ ഒരു ആത്മവിശ്വാസം ആത്മധൈര്യം നിങ്ങൾക്ക് ഉണ്ടാവണം. ഓക്കെ, ഈ ജോലി മാറ്റത്തിന് ശ്രമിക്കുമ്പോൾ കുറച്ച് ചാലഞ്ചിങ് ആയിരിക്കും. പെട്ടെന്ന് തന്നെ വിചാരിക്കുന്ന പോലെ ആഗ്രഹിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ജോലി കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കണം. എന്തൊക്കെ ചാലഞ്ചസ് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടായാൽ നിങ്ങൾ ജോലി മാറാൻ തീരുമാനിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെ ചാലഞ്ചസ് നിങ്ങൾ ഫേസ് ചെയ്താലും അതിനെല്ലാം മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നൊരു ഉറപ്പും അതിന് ഉണ്ടാകണം. നിങ്ങൾ അതിന് തയ്യാറുമായിരിക്കണം. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ മാത്രം ഇമോഷണലി നിങ്ങൾ സ്റ്റേബിൾ ആയിരിക്കണം. നിങ്ങൾ ഇമോഷണലി വൾണറബിൾ ആയിരുന്നു കൊണ്ട് ഈ ജോലി മാറുന്നതിനെ കുറിച്ചിട്ട് ചിന്തിക്കരുത്. അത് നിങ്ങൾക്ക് ശരിയായ ഡിസിഷൻസ് എടുക്കുന്നതിന് നിങ്ങളെ സഹായിക്കില്ല എന്ന് മാത്രമല്ല, അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു നിങ്ങൾ ചാലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്യുമ്പോൾ കൂടുതൽ നിങ്ങൾ ഡിപ്രസ്ഡ് ആകാനും, ഇപ്പം നിങ്ങൾ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും പോകണമെന്നുണ്ടെങ്കിൽ അത് വല്ലാതെ വിഷമിക്കാനും ഒരു ഇടവരുത്തും. ഓക്കെ, അപ്പോൾ ഇമോഷണലി വളരെ സ്റ്റേബിൾ ആണെന്ന് ഉറപ്പ് വരുത്തുക. ഇമോഷണലി നിങ്ങൾ ആ ഇമോഷൻസിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പ് വരുത്തിക്കൊണ്ട് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ആത്മധൈര്യത്തോടെ എന്തും നേരിടാൻ തയ്യാറാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ ജോലി മാറാനായിട്ട് ശ്രമിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഡെഫിനറ്റ്ലി കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തുടക്കത്തിൽ പോവില്ല. അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, ചില ഡിസപ്പോയിൻമെന്റ് ഒക്കെ, ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ചില ജോലി അവസരങ്ങൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് സങ്കടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, നിങ്ങൾക്ക് നിരാശ തോന്നാൻ സാധ്യതയുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ അയ്യോ ഞാൻ ചെയ്തത് തെറ്റായി പോയോ അങ്ങനത്തെ ഒക്കെ ചിന്തിക്കാൻ ഒരു സാധ്യത ഒക്കെ കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു മോശം എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വിഷമം ഉണ്ടാക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാകുമ്പോഴേക്കും ജോലി മാറണ്ട എന്ന് വിചാരിച്ച, അല്ലെങ്കിൽ ആ ഒരു എഫേർട്ട് എടുക്കണ്ട, ഇനി മുന്നോട്ട് നോക്കണ്ട, ഇപ്പോൾ ഉള്ള ജോലിയിൽ തന്നെ തൃപ്തിപ്പെട്ട് പോവാം എന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തന്നെ. പക്ഷേ ആ പ്രശ്നങ്ങളെ നിങ്ങൾ പരിഹാരം കണ്ട്, അല്ലെങ്കിൽ ആ ഒരു നിരാശ ഉണ്ടാകുന്ന ഒരു സന്ദർഭം ഉണ്ടായാൽ പോലും അവിടെ എന്താ പറയുക, നിങ്ങളുടെ ആ ഒരു ജോലി മാറുന്നതിന്റെ പരിശ്രമം ഉപേക്ഷിക്കാതെ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് യോജിച്ച ഒരു അവസരത്തിന് വേണ്ടി നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ജോലി, അത് ഒന്നിൽ കൂടുതൽ അവസരങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന വർക്ക് എൻവയോൺമെന്റും ആഗ്രഹിക്കുന്ന കരിയർ ഗ്രോത്തും ഒക്കെ നൽകുന്ന അവസരങ്ങൾ, ഒന്നിൽ കൂടുതൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. ഓക്കെ, അപ്പൊ അതിൽ നിങ്ങൾക്ക് ഏറ്റവും തൃപ്തി നൽകുന്ന, നിങ്ങളുടെ ഫാമിലിയും നിങ്ങളും എല്ലാവരും ഡിസ്കസ് ചെയ്തിട്ട്, ഫാമിലി ഇൻ ദ സെൻസ് നിങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ട ആളുകൾ ഉണ്ടാവും ഇല്ലേ, നിങ്ങൾക്ക് നല്ലത് വരണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ, അതാരാന്ന് നിങ്ങൾക്ക് തിരിച്ച് അറിയാനായിട്ട് സാധിക്കും. നിങ്ങൾ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ആ ആളുകളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറയുന്നു. ഏത് ഓപ്പർച്യൂണിറ്റി ആണോ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഏറ്റവും ഇഷ്ടപ്പെടുന്നത്, ഏറ്റവും നിങ്ങൾക്ക് യോജിച്ചതാണെന്ന് ഉറപ്പ് വരുന്നത്, ആ അവസരവുമായിട്ട് മുന്നോട്ട് പോവാം. ഓക്കെ, ടെൻഷൻ അല്ലെങ്കിൽ എന്താ പറയുക, വിചാരിച്ച പോലെ നിങ്ങൾക്ക് ഈ ജോലി മാറാൻ ശ്രമിച്ചു, ആദ്യത്തെ ഒരു അവസരം കണ്ടു, അതിന് അപ്ലൈ ചെയ്തു, പക്ഷേ നിങ്ങൾക്ക് സെലക്ട് ആയില്ല, നിങ്ങൾ ആപ്ലിക്കേഷൻ പോലും റിജക്റ്റ് ആയി, അതിന് 2-3 പ്രാവശ്യം സംഭവിക്കുമ്പോൾ നിരാശയായി ഡെസ്പായി പോയി കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കണ പോലെ എന്നുണ്ടാവില്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലിയിലേക്ക് നിങ്ങൾക്ക് മാറാനായിട്ട് സാധിക്കില്ല. അവിടെ നിങ്ങൾ നിങ്ങളുടെ ധൈര്യം കൈവിടാതെ, നിങ്ങളുടെ ആത്മവിശ്വാസം ചോരാതെ നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോഴാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജോലി, ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വർക്ക് എൻവയോൺമെന്റോട് കൂടിയ ജോലി നിങ്ങളിലേക്ക് എത്തുക. ഓക്കെ, നിങ്ങളിലേക്ക് അവസരങ്ങൾ വരാനാണ് സാധ്യത കൂടുതൽ കാണുന്നത്.
പരിശ്രമം നിങ്ങൾ നിർത്താൻ പാടില്ല. മനസ്സിലായല്ലോ? അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ ഒരു ജോലി മാറ്റം പോസിബിൾ ആയിരിക്കില്ല. കാരണം കോമ്പറ്റീഷൻസ് ഉണ്ടായിരിക്കും. ഡെഫിനറ്റ്ലി വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് ഓഫർ ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളത് സ്വീകരിച്ച് നിങ്ങളായി കഴിയുന്ന ബെസ്റ്റ് അതിന് നൽകുക. ഓക്കെ, നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുക, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ. പ്രത്യേകിച്ച് നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും വഴി നിങ്ങൾക്ക് ഒരു നല്ലൊരു അവസരം വരാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു അവസരമായിരിക്കും. അതായത് ഹൈലി ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ജോബ് അല്ലെങ്കിൽ അത്രയും ഒരു ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു കമ്പനിയിലായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു അവസരം വരിക. ഓക്കെ, അത് നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പർ ആയിരിക്കാം. സാധ്യത കൂടുതലും ഞാൻ കാണുന്നത് നിങ്ങളുടെ ഒരു സോൾ ഫാമിലി മെമ്പർ ആ ഒരു എനർജി എനിക്ക് കിട്ടുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയെ പരിചയം ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ അവരാണ് നിങ്ങൾക്ക് ഇങ്ങോട്ടൊരു ഓഫർ പ്രസന്റ് ചെയ്യുക. ഇങ്ങനെ ഒരു ഓഫറിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, എന്തെങ്കിലും റെസ്യൂം അയക്കൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യണം? റെസ്യൂം അയക്കുക, ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുക. ഡെഫിനറ്റ്ലി ഏതൊരു അവസരം, ഏതൊരു ജോലിയുടെ കാര്യങ്ങൾ നോക്കുമ്പോഴും ആ കമ്പനിയുടെ വാലിഡിറ്റി, ലീഗൽ വാലിഡിറ്റി കാര്യങ്ങൾ, ഈ റോളിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഇതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് വിശകലനം ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്, അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതെടുത്ത് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ നിങ്ങൾക്ക് ഈ ചാലഞ്ചസ് ഫേസ് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ഈ ഒരു സമയം കരിയർ മാറ്റത്തിന് നിങ്ങൾക്ക് നല്ലതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കരിയർ മാറ്റം, അതായത് ജോലി മാറ്റം നിങ്ങൾക്ക് ശ്രമിക്കാമോ, ഇത് നല്ല സമയമാണോ എന്ന് ചോദിച്ചാൽ അതെ. പക്ഷെ ചാലഞ്ചസ് ഉണ്ടായിരിക്കും. ആ ചാലഞ്ചസ് ഫേസ് ചെയ്യാനും നിങ്ങൾ റെഡി ആകണം. നിങ്ങൾക്ക് മറികടക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ, പക്ഷെ നിങ്ങൾ അതിന് കംപ്ലീറ്റ്ലി തയ്യാറായിരിക്കണം എന്ന് മാത്രം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് വളരെ നല്ലൊരു അവസരം അല്ലെങ്കിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തേണ്ട, പ്രത്യേകിച്ച് ഒരു വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള, വളരെ ഡിമാൻഡുള്ള ഒരു പൊസിഷൻ, ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ഓക്കെ, അതാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടതും. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകല ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നമസ്കാരം. നിങ്ങൾ തംബ്നെയിലത്തെ 3ാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നോക്കാം. ഈ ഒരു സമയം ഗ്രൂപ്പ് 3ൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന് ഒരു ജോലി മാറ്റത്തിന് ശ്രമിക്കുന്നത് നല്ല തീരുമാനമാണോ? ഈ ഒരു സമയം ഗ്രൂപ്പ് 3ൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവിന്റെ ജോലി മാറ്റത്തിന് അനുകൂലമായ ഒരു സമയമാണോ? ഓക്കെ, നമുക്ക് ഹെർമിറ്റ് കാർഡ് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് കാർഡ്, ക്ലാരിഫൈ ദ ഹെർമിറ്റ്. Clarify the Hermit. Thank you. Clarify the Nine of Swords. Clarify the Nine of Swords. Three of Cups. Clarify the Three of Cups. Clarify the Three of Cups. King of Pentacles. Clarify the King of Pentacles. Thank you. Four of Cups. Clarify the Four of Cups. Seven of Pentacles. Clarify the Seven of Pentacles. Six of Wands. Ten of Pentacles. നിങ്ങളോട് പറയുന്നത് ധൃതി വെച്ച് ഒരു ജോലി മാറ്റത്തിന് നിങ്ങളിപ്പോൾ ശ്രമിക്കേണ്ട. ഓക്കെ, നിങ്ങൾ സമയമെടുത്ത് അതിനുവേണ്ടി കൃത്യമായി വർക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയതായിട്ടൊരു കോഴ്സ് പഠിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്ട്രാ സ്കില്ല് പഠിക്കണം. പ്രത്യേകിച്ച് നിങ്ങൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ട്രീമിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടൊരു സ്ട്രീമിലേക്കാണ് നിങ്ങൾ ജോലി മാറ്റം ആഗ്രഹിക്കുന്നത് എങ്കിൽ ഇപ്പോഴത്തെ നിങ്ങളുടെ സ്കിൽസ് വെച്ചുകൊണ്ട് ആ ജോലിയിലേക്ക് കയറുക എന്നുള്ളത് സാധ്യമായ ഒരു കാര്യമല്ല. ബുദ്ധിമുട്ടുകൾ ഏറെയാണ്. ഓക്കെ, സാധ്യതയും കുറവാണ്. അപ്പം നിങ്ങളോട് എന്താ പറയണതെന്ന് വെച്ചാൽ ഇപ്പം സമയം എടുക്കുക.
ഇപ്പൊ സമയമെടുത്ത് നിങ്ങൾ എന്ത് വേണം, ഈ ഒരു ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആകാൻ പാടില്ല. ഓക്കെ, ഈ ലക്ഷ്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുക. നിങ്ങൾ ഇതിനെ വെച്ചുകൊണ്ട് ടെൻഷൻ ആകാനും പാടില്ല. ഓക്കെ, അതായത് കിട്ടില്ലാവോ, അങ്ങനെ ഒരു ഓവർ തിങ്കിങ് ഒരു ടെൻഡൻസി ഉണ്ടല്ലോ. ഈ ജോലി തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ടി വരുമോ, ഞാൻ ആഗ്രഹിക്കുന്നത് ആ ജോലിയാണ്, അതിലാണ് ഞാൻ പാഷനേറ്റ് ആയിട്ടുള്ളത്, അതിൽ എനിക്ക് പോകാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഈ ജോലി തന്നെ ഞാൻ കാലാകാലം ചെയ്യേണ്ടി വരുമല്ലോ. ഇങ്ങനത്തെ ഈ ഒരു വേഴ്സ്റ്റ് കേസ് സിനാരിയോ ചിന്തിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കണം എന്ന് പറയുന്നു. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സ് അതുപോലെ തന്നെ നിങ്ങളുടെ കൊളീഗ്സ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിലേക്കൊരു ജോലിയിലേക്ക് ശ്രമിക്കാനായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയക്കാർ വഴി, നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പേഴ്സ്, അതായത് നിങ്ങൾ ഈ ഒരു ജോലിയിൽ നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് നിങ്ങൾ ഉയരങ്ങളിൽ എത്തുന്നതിന് നിങ്ങൾ ആത്മാർത്ഥമായി സഹായിക്കുന്ന ചില ആളുകളുണ്ട് എന്ന് ഞാൻ കാണുന്നു. അതിന് സപ്പോർട്ട് ചെയ്യുന്ന ചില ആളുകളുണ്ട്. അവരുടെ സഹായം നിങ്ങൾക്ക് ഇതിൽ ഉപയോഗിക്കാവുന്നതാണെന്ന് പറയുന്നു. എൻ്റെ നിങ്ങളോട് പറയുന്നത് വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. ഈ ഒരു കരിയർ സ്ട്രീം എസ്പെഷ്യലി ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രീമിലേക്കാണ് നിങ്ങൾ ജോലി മാറാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ കൃത്യമായൊരു പ്ലാനിങ് വേണം. അതിനുവേണ്ടി നിങ്ങൾ കൃത്യമായ തയ്യാറെടുപ്പുകൾ നടത്തണം. ഓക്കെ, നിങ്ങൾ ഏറ്റവും സ്കിൽസ് ഏതൊക്കെയാണ്, റെലവെൻ്റ് ആയിട്ടുള്ള സ്കിൽസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിനെക്കുറിച്ചൊരു തിയറട്ടിക്കൽ നോളജെങ്കിലും നിങ്ങൾക്ക് വേണം. അതിനെക്കുറിച്ചൊരു ചെറിയ രീതിയിൽ ട്രെയിനിങ് നിങ്ങൾ എടുക്കുക, അതിനെക്കുറിച്ച് ഫെമിലിയർ ആകുക. അങ്ങനെ സമയമെടുത്ത് നിങ്ങൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾ സക്സസ്ഫുൾ ആയിരിക്കും. ഓക്കെ, നിങ്ങൾ അത്രമേൽ നിങ്ങൾക്ക് ഒരുപാട് ഉയരങ്ങളിൽ എത്താവുന്ന, കരിയർ വൈസ് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്ഥാനം നേടിയെടുക്കാൻ സാധിക്കുന്ന അത്രയും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു എന്താ പറയുക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരും. അത് ഫൈനാൻഷ്യലി ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരിക്കും. അത് ഫൈനാൻഷ്യലിയും നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ്, ഒരുപാട് ഗുണം ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഈ പറയുന്ന പോലെ നിങ്ങൾ സമയമെടുത്ത് വേണം കാര്യങ്ങൾ ചെയ്യാൻ. ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ധൃതി വെച്ച് ഇപ്പോൾ റൈറ്റ് ദിസ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ അത് അപ്രോപ്രിയേറ്റ് അല്ല എന്ന് തന്നെ ഞാൻ പറയും. ഓക്കെ, അതിനുവേണ്ടി കൃത്യമായി നിങ്ങൾ ഒന്ന് വിശകലനം ചെയ്യുക. അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ കരിയർ സ്ട്രീം മാറ്റാനാണ് നോക്കുന്നതെങ്കിൽ ആ പുതിയ സ്ട്രീമിനെ കുറിച്ച് കൂടുതൽ അറിയുക, അതിൽ റെലവെന്റ് ആയിട്ടുള്ള സ്കിൽസ് എന്താണെന്ന് നോക്കുക, അതിൽ ഏറ്റവും നല്ല കമ്പനീസ് ഏതാണൊക്കെ നോക്കുക. അങ്ങനെ എന്നിട്ട് അവരുമായിട്ട് ഇപ്പോൾ ലിങ്ക്ഡിൻ അല്ലെങ്കിൽ അതുപോലുള്ള ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ വഴി അവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളായിട്ട് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക. അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് പൊസിഷനിലേക്ക് മാറണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകളുമായിട്ട് ഒന്ന് കോൺടാക്ട് കീപ്പ് ചെയ്ത് ഈ ഒരു പ്രൊഫഷനിലേക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ കറന്റ് ജോബ് എന്ന് പറയുന്നത് ഇന്നതാണ് എന്ന് പറഞ്ഞ് അവരോട് ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു സജഷൻ ചോദിക്കും. ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഈ ഒരു ഫീൽഡിലേക്ക് എത്തിപ്പെടാൻ ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾ ഈ ഒരു സമയം നിങ്ങളുടെ പ്രിപ്പറേഷൻ ഫേസ് ആണ് എന്നാണ് പറയുന്നത്. ഇപ്പം നിങ്ങൾ കൃത്യമായി തയ്യാറെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ആ ഒരു കരിയർ ഷിഫ്റ്റ്, ജോലി മാറ്റം നിങ്ങൾക്ക് സാധ്യം തന്നെയാണ്. പക്ഷെ ഈ മൊമെന്റിലല്ല, കുറച്ചും കൂടെ നിങ്ങളത് കാത്തിരിക്കണം. ഓക്കെ, കുറച്ചും കൂടെ കാത്തിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അനുകൂലം, അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ നിങ്ങൾക്ക് പറ്റാവുന്ന അത്ര നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആ ജോലിക്ക് വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അതുവരെ ഇപ്പോൾ ഉള്ള ജോലികൾ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നതാണ് ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള തീരുമാനം. അല്ലെങ്കിൽ അതൊരു നിരാശയിലാണ് എത്തുക. ഓക്കെ, അപ്പോൾ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ അനലൈസ് ചെയ്ത് നിങ്ങൾ കംപ്ലീറ്റ്ലി റെഡിയാണ്, ബേസിക്കലി വേണ്ടുന്ന സ്കിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ എക്യുപ്ഡ് ആണ് എന്ന് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടാകുമ്പോൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം, ജോലിക്ക് വേണ്ടി നിങ്ങൾ മാറാൻ ആഗ്രഹിക്കുന്ന ആ ജോലി എന്താണോ അതിലേക്ക് വേണ്ടി പരിശ്രമിക്കുക, അപ്ലൈ ചെയ്യുക, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അല്ലാത്ത പക്ഷം നിങ്ങളിപ്പോൾ അത് പ്രിപ്പറേഷൻ ഫേസ് ആണ്. ഇപ്പം നിങ്ങൾ തയ്യാറെടുക്കുക, ആ ജോലി മാറ്റത്തിനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തേണ്ട ഒരു സമയമാണ് ഇപ്പോൾ. ഓക്കെ, ധൃതി വെച്ച് ജോലി മാറാൻ ശ്രമിക്കരുത്. അത് നിങ്ങൾക്ക് പിന്നീട് ഒരു റിഗ്രറ്റ് ചെയ്യാനായിട്ട്, നിങ്ങൾ വിഷമിക്കാനായിട്ട് ഇടവരും എന്ന് കാണുന്നു. അപ്പോൾ അതങ്ങനെ ചെയ്യാതിരിക്കുക. ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 3. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾക്കെല്ലാം നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക്